അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 11 ഞായറാഴ്ച. വയനാട്ടിലെ ദുരിതബാധിതർ ഒറ്റയ്ക്കല്ലെന്നും കേന്ദ്രം കേരളത്തിനൊപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിലേത് സാധാരണ ദുരന്തമല്ലെന്നും ദുരിതബാധിതരെ സഹായിക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം സാധ്യമായ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പണമില്ലാത്തതിന്റെ പേരിൽ ഒരു പ്രവർത്തനവും നിലച്ചുപോകില്ലെന്നും സംസ്ഥാന സർക്കാരിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുമെന്നും പറഞ്ഞ പ്രധാനമന്ത്രി ദുരന്തത്തെ തടയാനാകില്ലെന്നും എന്നാൽ ദുരിതബാധിതരുടെ ഭാവി നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും കൂട്ടിച്ചേർത്തു. ദുരന്ത മേഖലകളും ക്യാമ്പുകളും സന്ദർശിച്ച ശേഷം കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ ദുരന്തഭൂമി സന്ദർശിക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ സന്ദർശനം വെള്ളാർമല സ്കൂൾ റോഡിലായിരുന്നു. ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല GVHS സ്കൂളും പ്രദേശത്ത് തകർന്ന വീടുകളും പ്രധാനമന്ത്രി വാഹനത്തിലിരുന്ന് ആദ്യം കണ്ടു. ഇതിനുശേഷം വെള്ളാർമല സ്കൂളിലെത്തിയ മോദി സ്കൂളിലെ കുട്ടികളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. ചുരൽമലയിലെ ദുരന്തമേഖല സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി ബെയിലി പാലത്തിലേക്ക് കയറി. പാലത്തിലൂടെ നടന്ന പ്രധാനമന്ത്രി രക്ഷാദൌത്യത്തിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. കൂടാതെ NDRF, SOG ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചു. ദുരന്തത്തിന്റെ വ്യാപ്തിയും നാടിന്റെ വേദനയും നേരിട്ടറിഞ്ഞാണ് പ്രധാനമന്ത്രി ചൂരൽമലയിൽ നിന്ന് മേപ്പാടിയിലേക്ക് പോയത്. മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ പ്രധാനമന്ത്രി ക്യാമ്പിലെ 9 പേരുമായി കൂടിക്കാഴ്ച നടത്തി. ദുരിതാശ്വാസ ക്യാമ്പിലെ സന്ദർശനത്തിന് ശേഷം മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിലും പ്രധാനമന്ത്രി എത്തി. ദുരന്തത്തിൽ അകപ്പെട്ട് ആശുപത്രിയിൽ കഴിയുന്ന 4 പേരെ പ്രധാനമന്ത്രി കണ്ടു. ആശുപത്രിയിലുള്ള ദുരന്തബാധിതരെ ആശ്വസിപ്പിച്ച പ്രധാനമന്ത്രി ആരോഗ്യ പ്രവർത്തകരെയും കണ്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. വയനാട് ദുരിതത്തിൽ നാശനഷ്ടങ്ങളുടെ വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ നിർദ്ദേശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എത്ര വീടുകൾ തകർന്നു, എത്ര നാശനഷ്ടമുണ്ടായി, ഏത് രീതിയിൽ ജനങ്ങളുടെ പുനരധിവാസം നടത്താൻ ഉദ്ദേശിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിശദമായ കണക്കുകൾ ഉൾപ്പെട്ട മെമ്മോറാണ്ടമാണ് സമർപ്പിക്കേണ്ടത്. ഇത് സഹായം പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. കേരളത്തിനൊപ്പമുണ്ടെന്നും പണം തടസ്സമാകില്ലെന്നും സഹായം ലഭ്യമാക്കുമെന്നും ഇന്നലെ കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ദുരന്തത്തിൽപ്പെട്ടവരുടെ ഭാവി സംരക്ഷിക്കുകയെന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി അവലോകന യോഗത്തിൽ പറഞ്ഞു. വയനാട് സന്ദർശനത്തിന് ശേഷം ഹെലികോപ്റ്ററിൽ കണ്ണൂരിലേക്ക് പോയ പ്രധാനമന്ത്രി അവിടെ നിന്നും ദില്ലിയിലേക്ക് മടങ്ങി. മുൻ നിശ്ചയിച്ചതിനേക്കാൾ 2 മണിക്കൂറോളം അധികം ദുരന്ത മേഖലയിൽ ചെലവിട്ടതിനു ശേഷമാണ് മോദിയുടെ മടക്കം. ദുരന്തത്തെക്കുറിച്ചും നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തി സംസ്ഥാന സർക്കാർ. പ്രാഥമിക വിവരങ്ങൾ അടങ്ങിയ നിവേദനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറി. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായതെന്നും പ്രാഥമിക സഹായവും ദീർഘകാല സഹായവും വയനാടിന് ആവശ്യമാണെന്നും പ്രധാനമന്ത്രിക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി കാണണമെന്നും പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടതായി മന്ത്രിസഭാ ഉപസമിതി. വയനാട്ടിൽ ദേശീയ ദുരന്തമുണ്ടായ സ്ഥലത്തെ തിരച്ചിൽ, കെട്ടിടാവശിഷ്ടം നീക്കൽ, ക്യാമ്പുകൾ തുടരാനുള്ള സഹായം എന്നിവ നൽകണമെന്ന് പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു. പുനർനിർമ്മാണം, തൊഴിൽ, വിദ്യാഭ്യാസം എന്നിവയിൽ സഹായം നൽകുന്നത് പരിഗണിക്കാമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. ഉരുൾപൊട്ടലിലുണ്ടായ നാശനഷ്ടങ്ങളിൽ കൂടുതൽ കൃത്യമായ കണക്കുകൾ ഉൾപ്പെടുത്തി പ്രധാനമന്ത്രിക്ക് മെമ്മോറാണ്ടം നൽകും. തിങ്കളാഴ്ച ഡൗൺസ്ട്രീം കേന്ദ്രീകരിച്ച് പൂർണ്ണ തിരച്ചിലുണ്ടാകുമെന്നും വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ തുടരുന്ന മന്ത്രിസഭാ ഉപസമിതി അറിയിച്ചു. വയനാട്ടിലെ ദുരിതബാധിതർക്കായി വേണ്ടതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഹൃദയം വിങ്ങിയാണ് പ്രധാനമന്ത്രി മടങ്ങിയതെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. മുമ്പെങ്ങുമില്ലാത്ത വിധം ഈ ദുരന്തം പരിഗണിക്കപ്പെടുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വയനാടിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് കേന്ദ്രം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രധാനമന്ത്രിയുടെ സന്ദർശന ശേഷം അതിൽ പ്രതീക്ഷയുണ്ട്. വ്യക്തമായ മുന്നറിയിപ്പ് നൽകാൻ സംവിധാനമുണ്ടാക്കണം. പുനരധിവാസം ഉറപ്പാക്കണം. ഭാവിയിൽ ദുരന്തങ്ങളിൽ ഇത്രയും ജീവൻ നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും VD സതീശൻ പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ മരിച്ച 4 പേരുടെ മൃതദേഹങ്ങൾ കൂടി ഇന്നലെ ലഭിച്ചതായി മന്ത്രി K രാജൻ. ഇതോടെ ദുരന്തത്തിൽ 427 പേർ മരിച്ചെന്നും ഇനിയും 130 പേരെ കണ്ടെത്താനുണ്ടെന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരുടെ പുനരധിവാസം എത്രയും പെട്ടെന്ന് സാധ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു.
പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് ഉടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്. തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 14 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. സംസ്ഥാനത്ത് വരുന്ന 5 ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും 13-ന് പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ഓറഞ്ച് അലർട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. നടൻ മോഹൻലാലിനെതിരായ അധിക്ഷേപ വീഡിയോയുടെ പേരിൽ അറസ്റ്റിലായ യൂട്യൂബർ അജു അലക്സിനെതിരെ കൂടുതൽ നടപടി വന്നേക്കും. വയനാട്ടിലെ ദുരന്തഭൂമിയിലെത്തിയ മോഹൻലാലിനെതിരെ ഫേസ്ബുക്ക് പേജിലൂടെ നടത്തിയ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി അജു പ്രതികരിച്ചതിന് പിന്നാലെയാണ് പോലീസും കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന് അറിയിച്ചത്. നവകേരള സദസ്സിന്റെ പ്രചാരണത്തിന് ഹോർഡിംഗുകൾ വെച്ച വകയിൽ 2,46,00,000 രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ 364 ഹോർഡിംഗുകളാണ് സ്ഥാപിച്ചിരുന്നത്. 55 ലക്ഷം രൂപയ്ക്ക് PRD ആദ്യം തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പിന്നീട് ഉയരുകയായിരുന്നു. പ്രതിസന്ധി കാലത്ത് സർക്കാർ ദൂർത്തെന്ന പ്രതിപക്ഷ ആരോപണം നിലനിൽക്കെയാണ് ചെലവുകളുടെ കണക്ക് ഓരോന്നായി പുറത്തുവരുന്നത്. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറുമായുള്ള തർക്കത്തിനൊടുവിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് S ശ്രീജിത്തിനെ മാറ്റി. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇരുവരും തമ്മിൽ തുടങ്ങിയ തർക്കം ഒന്നിലേറെ തവണ വാക്പോരിലേക്ക് നീങ്ങിയിരുന്നു. അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനു ശേഷം മന്ത്രി വിളിച്ച പല യോഗങ്ങളിലും കമ്മീഷണർ പങ്കെടുത്തിരുന്നില്ല. ഉന്നതരുടെ പോരിൽ മോട്ടോർ വാഹന വകുപ്പ് അനിശ്ചിതാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെയാണ് കമ്മീഷണറെ മാറ്റിയത്. മലയാളി യുവാക്കളെ ലാവോസിലെ ചൈനീസ് കമ്പനിക്ക് വിറ്റ കേസിൽ പള്ളുരുത്തി സ്വദേശിയായ ബാദുഷയെ കൊച്ചി തോപ്പുംപടി പോലീസ് അറസ്റ്റ് ചെയ്തു. നേരത്തെ കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേരളത്തിൽ നിന്ന് കയറ്റി അയക്കുന്നവരെ ലാവോസിൽ എത്തിയ ശേഷം തട്ടിപ്പ് കേന്ദ്രത്തിലേക്ക് കൈമാറിയിരുന്നത് ബാദുഷയാണ്. നേരത്തെ അറസ്റ്റിലായ പള്ളുരുത്തി സ്വദേശി അഫ്സർ അഷ്റഫിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ വിവരങ്ങളാണ് ബാദുഷയുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. പള്ളുരുത്തി സ്വദേശികളായ 6 യുവാക്കളെയാണ് പണം വാങ്ങി ജോലി വാഗ്ദാനം ചെയ്ത് ലാവോസിൽ എത്തിച്ച് ചൈനീസ് കമ്പനിക്ക് വിറ്റത്. ഇതെന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്ത? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഹിൻഡൻബർഗ് റിസർച്ചിന്റെ പുതിയ വെളിപ്പെടുത്തൽ പുറത്തുവന്നു. ഇത്തവണ ആരോപണം സെബി ചെയർപേഴ്സണെതിരെ. സെബി ചെയർപേഴ്സൺ മാധബി ബൂച്ചിനും ഭർത്താവിനും അദാനി ഗ്രൂപ്പിലേക്ക് പണമെത്തിയ നിഴൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടായിരുന്നുവെന്നാണ് ഹിൻഡൻബർഗ് കണ്ടെത്തൽ. അദാനിക്കെതിരായ അന്വേഷണം സെബി മന്ദഗതിയിലാക്കിയതിന് പിന്നിൽ ഈ ബന്ധമെന്നും ഹിൻഡൻബർഗ് റിപ്പോർട്ടിലുണ്ട്. മേൽത്തട്ട് സംവരണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നടപ്പാക്കില്ലെന്ന കേന്ദ്ര തീരുമാനം വൈകിയെന്ന ആക്ഷേപവുമായി കോൺഗ്രസ്. സർക്കാരിനെ ഇക്കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഭേദഗതി കൊണ്ടുവന്ന് പ്രശ്നം പരിഹരിക്കാമായിരുന്നുവെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു. കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകണമെന്ന് NDAയിലെ ഘടകകക്ഷിയായ ലോക് ജനശക്തി പാർട്ടി ആവശ്യപ്പെട്ടു. SC/ST സംവരണത്തിലെ കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകണമെന്ന് NDA. ഘടകകക്ഷി നേതാവും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് പസ്വാനാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ആവശ്യം ഉയർത്തിയത്. സംവരണത്തിലെ മാറ്റങ്ങൾ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ചിരാഗ് വ്യക്തമാക്കി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ മേൽത്തട്ടുകാരെ തരംതിരിച്ച് സംവരണ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശം. കൊൽക്കത്തയിലെ RG കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. അന്വേഷണം ഊർജിതമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസ് അതിവേഗ കോടതി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടതായും പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും മമത പറഞ്ഞു. ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ ഭീകരവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു. അഹ്ലാൻ ഗഡോളിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഏറ്റുമുട്ടൽ. ഒരു സൈനികനും 2 സാധാരണക്കാർക്കും പരിക്കേറ്റു.
ബംഗ്ലാദേശിൽ സംഭവിച്ചത് ഇന്ത്യയിലും സംഭവിക്കുമെന്ന ചില കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനയെ അപലപിച്ച് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ആരുടെയും പേര് അദ്ദേഹം പരാമർശിച്ചില്ലെങ്കിലും മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ സൽമാൻ ഖുർഷിദിനെയും മണിശങ്കർ അയ്യരെയും ലക്ഷ്യമാക്കിയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളെന്ന് റിപ്പോർട്ടുകൾ. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം തിരുവനന്തപുരത്ത് നടന്നു. 6 ടീമുകളും വാശിയോടെയാണ് ലേലത്തിൽ പങ്കെടുത്തത്. എറണാകുളം സ്വദേശിയായ MS അഖിലാണ് ലേലത്തിലെ ഏറ്റവും വില കൂടിയ താരം. 7.4 ലക്ഷം രൂപയ്ക്ക് ട്രിവാൻഡ്രം റോയൽസാണ് അഖിലിനെ സ്വന്തമാക്കിയത്. പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് സമാപനം. എല്ലാ മത്സരങ്ങളും അവസാനിച്ച ഇന്ത്യ നേടിയത് 6 മെഡലുകളാണ്. 1 വെള്ളിയും 5 വെങ്കലവും അടക്കമാണിത്. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ 7 മെഡൽ നേടിയിരുന്നു. നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ വെള്ളി നേടിയതാണ് ഏക വെള്ളി മെഡൽ നേട്ടം. 3 വെങ്കല മെഡലുകൾ ഷൂട്ടിംഗിൽ നിന്നാണ്. ഗുസ്തിയിൽ നിന്നും ഹോക്കിയിൽ നിന്നും ഓരോ വെങ്കലം നേടി. അതേസമയം ഗുസ്തി ഫൈനലിന് മുമ്പ് അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ താരം വിനേഷ് ഫോഗട്ടിന് അനുകൂലമായി വിധി വന്നാൽ മെഡൽ നേട്ടം 7 ആകും. ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെട്ട വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ ഇന്നലെ വിധി പറഞ്ഞില്ല. ഇന്ന് രാത്രി 9:30 മുമ്പ് വിധി പറയുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസം വിനേഷ് ഫോഗട്ടിന്റെ വാദം കോടതിയിൽ പൂർത്തിയായിരുന്നു. വെള്ളി മെഡൽ നൽകണമെന്നാണ് വിനേഷിന്റെ ആവശ്യം. ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.